സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയ, ഇപ്പോൾ ഈ അൻവർ എന്ന് പറയുന്ന ആളിന് മറുപടി കൊടുത്ത് 5-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. കാരണം നിങ്ങളെപ്പോലെ ഉള്ള ഒരാൾ, അൻവർ എന്ന് പറയുന്ന ഒരാള് ഇങ്ങനെ കള്ളത്തരം പറയാൻ വേണ്ടിയും നിങ്ങളുടെ മുഹമ്മദ് എന്ന പ്രവാചകനെ ഒരു അന്ത്യപ്രവാചകനാക്കി മാറ്റുവാൻ, സത്യവാനായ പ്രവാചകനാക്കി മാറ്റുവാൻ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു വരാൻ അൻവറിനെ പോലുള്ളവരെ ഉന്തിത്തള്ളിവിട്ട നിച്ചോട്ട് കൂത്തുകാർക്ക് ആദ്യമേ വ്യക്തിപരമായിട്ട് ഞാൻ നന്ദി പറയുക. കാരണം ഇവർ ചെയ്ത ഏറ്റവും നല്ലൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പരസ്യവേദികളിൽ നിന്നെല്ലാം ഈ നിച്ചോട്ടൂത്ത് എന്ന് പറയുന്ന ടീം ഓടി രക്ഷപ്പെട്ടു. ഇപ്പം ഇനി സംവാദമൊന്നും പറഞ്ഞൊന്നും വരത്തില്ല. കാരണം പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പരിപാടിയും ചെയ്ത് എല്ലാ തക്കിയകളും തലയ്ക്ക് മുകളിലായപ്പോഴത്തേനും പുള്ളി പരിപാടിയെല്ലാം നിർത്തി കണ്ടം വഴി ഓടി. ഓട്ടം എന്ന് വെച്ചാൽ നിസ്സാര ഓട്ടമല്ല, അന്യായ ഓട്ടം വരും. ഓടി 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 പുള്ളി ഒരു വരുവായിട്ടുണ്ട്. ഇപ്പം എവിടെ നിൽക്കാൻ പറ്റാതെ അകത്തുനിന്നും പണി പുറത്തുനിന്നും പണി എന്ന് പറഞ്ഞ കണക്ക് അവസ്ഥയിലായി. ഇപ്പം അൻവർ എന്തേ പണി കൊടുത്തോണ്ടിരിക്കുക. നിച്ചോട്ടൂത്തിൻ്റെ ബാനറും വെച്ചുകൊണ്ട് അൻവറും പണി കൊടുത്തോണ്ടിരിക്കുക. കൊടുക്കണം അൻവറെ, അള്ളാഹുവിനും പണി കൊടുക്കണം, മുഹമ്മദിനും പണി കൊടുക്കണം, നിച്ചോട്ടൂത്തിനും പണി കൊടുക്കണം, ലോക മുസ്ലിങ്ങൾക്കെല്ലാം പണി കൊടുക്കാൻ അൻവറിനെ പോലുള്ള ഒരാളെ മുമ്പോട്ട് തള്ളിവിട്ട നിച്ചോട്ടൂത്തിന് ആദ്യം വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ നന്ദി അങ്ങ് പറയുക. ഇനി നന്ദി പറഞ്ഞില്ല എന്ന് ആരും പറയരുത്. പിന്നെ ഒരു കാര്യം, അൻവർക്ക എന്തൊക്കെയാണെങ്കിലും പിന്നെയും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അൻവർക്ക പറഞ്ഞു വരുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കണം. കാരണം എന്താ, അൻവർക്ക എങ്ങനെയെങ്കിലും മുഹമ്മദിനെ ഒരു കള്ളപ്രവാചകനാക്കിയിട്ടേ മടങ്ങത്തുള്ളൂ എന്ന് വെച്ച് അംഗം വെട്ടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. നല്ല കാര്യം, അൻവർക്ക അംഗം വെട്ടണം, വെട്ടിയേ പറ്റൂ. പിന്നെ ഒരു കാര്യം, അൻവർക്ക ഇത്ര നാളും പറഞ്ഞതുപോലൊന്നും എല്ലായിരിക്കും പുതിയതായിട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അൻവർക്ക വന്നിരിക്കുകയാണ്. അൻവർക്ക പറയൂ, കേൾക്കട്ടെ. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് പൂർവകാല വേദഗ്രന്ഥങ്ങളിൽ സുവാർത്തയുണ്ട്. ബൈബിളിലെ ആവർത്തന പുസ്തകത്തിലെ ആവർത്തനമായിട്ട് ഇതേ പിന്നെ അൻവർക്ക വന്നിട്ടുണ്ട്. ഇതൊരു ആവർത്തന വിരസതയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ കുഴപ്പമില്ല. അത് അൻവർക്കാട് നിച്ചോട്ടൂത്തുകാരോടും പറയാണ്, ആവർത്തന വിരസതയുണ്ട് കേട്ടോ. ഒന്ന് മാറ്റി പിടിച്ചാൽ വളരെ നല്ലതായിരിക്കും. മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കേൾക്കാം, പറ. 18-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. എന്തൊക്കെയാളും നന്നായി കേട്ടോ. ഇപ്രാവശ്യം വാക്യവും ഷർട്ടും മാറ്റി വന്നേക്കുക. എന്തിന്? മുഹമ്മദിനെ വെളുപ്പിക്കാൻ. ഇപ്പം ഇപ്രാവശ്യം എന്തൊക്കെയാണ് മാറ്റമുണ്ട്, മാറ്റമൊന്നുമില്ല എന്നല്ല, വാക്യമുണ്ട്. അത് കുറച്ചൊന്നും മാറ്റി ഷർട്ടും മാറ്റി വന്നിട്ടുണ്ട്. എന്തിനാ ഇതുപോലെ ഇരുട്ട് കിടക്കുന്ന മുഹമ്മദിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ. ഒരു ചെറിയ വെളിച്ചം, മെഴുകുതിരിവട്ടത്തിൻ്റെ വെളിച്ചത്തിലേലും ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടി വന്നിരിക്കുക. പറയാൻ വരുക, കേൾക്കട്ടെ. ഇസ്രായേൽ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട മോശെ പ്രവാചകനോട് യഹോവ പറയുകയാണ്, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും. ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. മോശെ പ്രവാചകൻ്റെ ഈ ഒരു പ്രവചനം പുലർന്നിട്ടുണ്ടോ? അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പുലർന്നായിരുന്നോ? പുലർന്നില്ലേ? അല്ല, ഇത് പുലർത്തണ്ടേ? പുലർത്തുന്നതിന് എന്താ കുഴപ്പം? ഇനി നിങ്ങൾ തന്നെ പുലർത്താൻ പോവാണോ? എന്നാൽ പുലർത്താൻ കൊണ്ടുവന്ന വാക്യം ഏതാണെന്നൊന്ന് കേട്ടു നോക്കാം. പുലർത്തണേ, നല്ലപോലെ പുലരണം. പുലരട്ടെ, പറ. ഇസ്രായേൽ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട മോശെ പ്രവാചകനോട് യഹോവ പറയുകയാണ്,
നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും. ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. ആഹാ, ഇതാണോ പുലർത്താൻ കൊണ്ടുവന്ന വാക്യം? ആവർത്തന പുസ്തകം 18-18. നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. ഇതാണല്ലോ അൻവർക്ക ഇപ്പോൾ പറഞ്ഞത്. അൻവർക്ക, ഈ 19-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാലോ? ആവർത്തന പുസ്തകം 18-19 ഒന്ന് നോക്കിയാലോ? നോക്കാം. അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. അൻവർക്ക, 18-ാം വാക്യം കൊണ്ട് തന്നെ പണി പാളി. 19 എടുത്തപ്പോൾ പിന്നെയും പണി പാളി. അൻവർക്ക, പണി പാളി. നീ പറയുന്ന പ്രവാചകൻ വല്ലാത്തൊരു പ്രവാചകനാണ്. പുള്ളി എവിടെ പോയാലും പണി മേടിച്ചു കൂട്ടുക എന്നല്ലാതെ വേറെ ഒരു പ്രയോജനവും. കാര്യം മനസ്സിലായി? ഈ അൻവർ സുഗരിയെ പോലുള്ളവരും ഒക്കെ ഇതൊക്കെ മേടിച്ച് ശരിക്കും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അൻവർക്കയാണ് ഒന്നുകൂടെ പണി പാളിയ പരിപാടിയായിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പ്രവാചകൻ, ഈ ആവർത്തന പുസ്തകത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ ആരുടെ നാമത്തിലാണ്? യഹോവയുടെ നാമത്തിൽ പ്രവചിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ശരിയല്ലേ? പിന്നീട് സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. വലിയ ഭാരമുള്ള കാര്യമൊന്നുമില്ലല്ലോ. ശരിയല്ലേ? അൻവർക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. എന്തായാലും പറ. അൻവർക്ക പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണേ. കേട്ടു. ക്രൈസ്തവ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നത് ഈ ഒരു പ്രവചനം അത് യേശുവിലൂടെ പുലർന്നു എന്നാണ്. എന്നാൽ എൻ്റെ വചനങ്ങൾ അവൻ്റെ നാവിന്മേൽ ആക്കും എന്ന് പറഞ്ഞതിൽ യഹോവയുടെ വചനങ്ങൾ യേശുവിൻ്റെ നാവിൽ ആക്കി എന്നതിനെ തെളിയിക്കാൻ ഒരു നാളും ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസപ്രകാരം യേശു എന്ന് പറയുന്നത് പടച്ച തമ്പുരാന്റെ വചനത്തിൻ്റെ ജഡാവതാരമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ആവർത്തന പുസ്തകത്തിൽ പറയുന്ന എൻ്റെ വചനം അവൻ്റെ നാവിന്മേൽ ആക്കും എന്ന പ്രവചനം യേശുവിലൂടെ പൂർത്തിയായി എന്ന് പറയാൻ സാധിക്കുക? യേശുവിലൂടെ പൂർത്തിയായോ ഇല്ലേ എന്നുള്ളത് പറയാം. അതിനു മുമ്പ് അൻവർ എന്തോ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? പടച്ച തമ്പുരാന്റെ ജഡാവതാരം എന്നല്ലേ പറഞ്ഞത്? ശരിയല്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ കേട്ടത്? ഞാനങ്ങനെ കേട്ടത് പടച്ച തമ്പുരാന്റെ ജഡാവതാരമാണ് യേശു. ആഹാ, അത് ഞങ്ങളുടെ വിശ്വാസമാണെന്നാണോ അൻവർക്ക പറഞ്ഞത്? എൻ്റെ അൻവറെ, നിങ്ങളെ ഇക്കാന്ന് വിളിക്കുന്നതിന് ചക്കാന്ന് വിളിക്കുന്നതായിരുന്നു നല്ലത്. ആവശ്യാനുസരണം മാറ്റി മാറ്റി പറയുന്ന ഒരു മുഹമ്മദിയനായി പോയല്ലോ നിങ്ങൾ. എന്തോ ആയിക്കോട്ടെ, ബാക്കിയും കൂടെ പറ. ഇവിടെ മോശെ പ്രവാചകൻ പ്രവചിച്ചതുപോലെ യഹോവയുടെ വചനങ്ങൾ നാവിന്മേൽ ആക്കിയത് ഒന്നും നഷ്ടപ്പെടാതെ പരിപൂർണമായിട്ട് നമുക്ക് ഇന്നും ലഭ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അല്ലാത്ത മറ്റൊന്നിനും ഇത് അവകാശപ്പെടാൻ സാധിക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഒരിക്കലും ആ പരിശുദ്ധ ഗ്രന്ഥത്തിൽ കലർന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിന്മേൽ അവൻ്റെ വചനങ്ങളാക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിരുന്നു. എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ നാവിൽ ഒരുമിച്ച് കൂട്ടലും അത് പാരായണം ചെയ്യലും യഹോവ തന്നെ ഏറ്റെടുക്കുകയും അക്കാര്യം ഖുർആനിലൂടെ തന്നെ അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. എന്ത് വാസ്തവം? നീ മഹാകള്ളനാണല്ലോ എന്ന് പറയാതിരിക്കുന്നത് എങ്ങനാ? നീ ഒരു മഹാകള്ളനായി പോയല്ലോ. കള്ളപ്രവാചകന്റെ അടിമയെന്നൊക്കെ പറയാൻ നെറ്റിക്ക് ബോർഡ് എഴുതി വെക്കാൻ പറ്റിയ ആളാണ് അൻവർക്ക. മനസ്സിലായ അൻവറെ? നെറ്റിക്ക് ബോർഡ് എഴുതി വെക്കാൻ പറ്റിയതാ. മുഹമ്മദിന്റെ നാവിന്മേൽ വചനങ്ങളാക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് മുഹമ്മദ് ഭയപ്പെട്ടിരുന്നു. അതെ, ഭയപ്പെടണം. കാരണം മറവി കാരണം ആയത്ത് വലതും നഷ്ടപ്പെട്ടു പോയിട്ട്, മാരണം ബാധിച്ചത് കാരണം ആയത്ത് വലതും നഷ്ടപ്പെട്ടു പോയിട്ട്
അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരുന്നവർ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ ഞാൻ മറന്നുപോയ ആയത്തിനെ ദേ അവൻ ഓർമ്മിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസുകളൊക്കെ ഉണ്ട്. അതൊന്നും വായിച്ചില്ല. അതൊന്നും എം അക്ബർ പഠിപ്പിച്ചു തന്നില്ലേ? അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ എം അക്ബർ? ഈ അടുക്കളക്കകത്ത് കയറി കഥ അടച്ചിങ്ങനെ കുറ്റിയിട്ട് ഈ ചാക്കിൻ്റെ അകത്ത് കൊല വെച്ച് പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ കയറി ഇരിക്കുന്ന സമയം കൊണ്ട്, ഇരുട്ടുമുറി കയറി ഇരിക്കുന്ന സമയം കൊണ്ട് ഒന്ന് ശകലം വെളിച്ചമൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഈ ഒരു പേപ്പറിൽ എഴുതിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വിചാരിക്കുന്നവർക്ക് അതേ ഇങ്ങനെ ഹദീസുകളുണ്ട് സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഹദീസുകളുണ്ട്. പുള്ളി മറന്നുപോയി. മരണം ബാധിച്ചത് കാരണം ഇതൊക്കെ മറന്നുപോയിട്ടുള്ള ആയത്തുകൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഹദീസുകൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ അൻവർ പറഞ്ഞ മഹാകള്ളം ആയത്ത് ഒരുമിച്ച് കൂട്ടലും അത് പാരായണം ചെയ്യലും യഹോവ തന്നെ ഏറ്റെടുത്തു എന്ന്. അമ്പട കള്ള. ഞാനങ്ങനെ വിളിക്കാത്ത ആളാ. പക്ഷെ ഇമാതിരി കള്ളത്തരം പറഞ്ഞവനെ പിന്നെ കള്ളൻ എന്നല്ലാതെ വേറെ എന്ത് പറയാൻ പറ്റും? അൻവർ പറഞ്ഞ മഹാകള്ളം അതല്ലേ? ആയത്ത് ഒരുമിച്ച് കൂട്ടൽ അത് പാരായണം ചെയ്യൽ യഹോവ തന്നെ ഏറ്റെടുത്തെന്ന്. എന്നിട്ട് പിന്നീട് എന്താ അൻവർ പറയുന്നത്? അൻവർ പിന്നീട് സമയത്തിന് ആളിനെ മാറ്റിക്കൊണ്ടിരിക്കും. കാരണം ആളിനെ മാറ്റിയുള്ള ഇത് മുഹമ്മദിൽ നിന്ന് കിട്ടിയതായിരിക്കാം. ഖുറാനിലൂടെ അറിയിക്കുകയും ചെയ്തു എന്ന് അൻവർ പറയുമ്പോൾ, അൻവറെ നീയും നിനക്കിങ്ങനെ പറയാൻ വേദി ഒരുക്കി തന്ന നിച്ചിനും എം അക്ബറും അവരും മഹാകള്ളന്മാരാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. കാര്യം മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹോവ ആയത്തുകളെല്ലാം പാരായണം ചെയ്യലും അല്ലെ യഹോവ ഏറ്റെടുത്തു, ഖുറാനിലൂടെ അറിയിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഖുറാനിലെവിടെ യഹോവ? ഖുറാനിലെവിടെ യഹോവ? അങ്ങനെ നാണമില്ലേ നിനക്ക്? നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഒന്നും ഒരു നാണമില്ല, ഒരു ഉളുപ്പുമില്ലേ? ഒരു ഉളുപ്പുമില്ലാത്ത ജാതിയാണ് നിങ്ങൾ. അതിന് വേദി ഒരുക്കി തരുന്ന എം അക്ബറും നിച്ചോട്ട് റൂത്തും തന്നെ അവര് മഹാകള്ളന്മാരാണല്ലോ. അവര് മഹാകള്ളന്മാരായതുകൊണ്ടാണ് ഈ അൻവർ എന്ന് പറയുന്ന കള്ളനെ കൊണ്ടുവന്ന് എന്ത് ചെയ്ത് ഈ പരിപാടിക്ക് നിർത്തിയത്. ആശയം കൊണ്ട് നേരിടാൻ പറഞ്ഞു കേട്ടോ. അല്ല, ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചോദിക്കാമല്ലോ എന്ന് വെച്ച്. ചോദ്യം 1, യഹോവ എന്ന നാമം മുഹമ്മദ് പറഞ്ഞതായ ഒരു തെളിവ് വെക്കാം. യഹോവ എന്ന നാമം മുഹമ്മദ് പറഞ്ഞ ഒരു തെളിവ്. രണ്ടാമത്തെ ചോദ്യം, യഹോവ നേരിട്ട് മുഹമ്മദുമായി സംസാരിച്ച ഒരു ഖുറാനായത്ത് തരാം. യഹോവ നേരിട്ട് മുഹമ്മദുമായി സംസാരിച്ച ഒരു ഖുറാനായത്ത്. 3, നിങ്ങളുടെ ദൈവമായ അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ച ഒരായത്ത് തരാം. 4, അള്ളാഹു നേരിട്ടാണോ അതോ മലക്ക് വഴിയോ മുഹമ്മദിന് ആയത്ത് ലഭിച്ചത്? എന്തായാലും ഇനി അൻവറെ അന്നെ തക്കിയ അൻവർ എന്നേ വിളിക്കാൻ പറ്റും. എന്തായാലും അവസരത്തിനനുസരിച്ച് തക്കിയ അടിച്ച് മാറി കളിക്കാൻ പറ്റുന്ന അന്നെ എന്തൊക്കെയാലും തക്കിയ അൻവർ എന്നല്ലാതെ വേറെ എന്ത് വിളിക്കാൻ പറ്റും? എന്തൊക്കെയാലും തക്കിയ അൻവർ പറച്ചിൽ നിർത്തണ്ട, തുടങ്ങിക്കോളൂ. സൂറത്ത് ഖിയാമയിലെ 16 മുതൽ 18 വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ലാ തുഹദ്ദിക് ബിഹി ലിസാനക ലിതഅജല ബിഹ്. നീ അത് ധൃതിപ്പെട്ട് ഹൃദിസ്ഥമാക്കാൻ വേണ്ടി അതുകൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കേണ്ട. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. തീർച്ചയായിട്ടും ആ ഖുർആനിന്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാകുന്നു. ഫൈദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന. അങ്ങനെ നാം അത് ഓതിത്തന്നാൽ ആ ഓത്ത് നീ പിന്തുടരുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. നീ അത് ധൃതിപ്പെട്ട് ഹൃദിസ്ഥമാക്കാൻ വേണ്ടി അതുകൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കേണ്ട എന്നാണ്. തീർച്ചയായിട്ടും ആ ഖുർആനിന്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാണ് എന്ന്. അങ്ങനെ നാം അത് ഓതിത്തന്നാൽ ആ ഓത്ത് നീ പിൻപറ്റണം എന്നാണ് മുഹമ്മദ് നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഓത്ത് പിൻപറ്റണമെന്നോ? ആരോദിയത്? അല്ല, പറയാൻ ആരോദിയത്? ഇത് പുട്ടിന് പീര ഇടുന്നതൊക്കെ ഇങ്ങനെ അള്ളാഹു ഓതി അള്ളാഹു ഓതി അള്ളാഹു ഓതി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ യഹോവയെ ഉപേക്ഷിച്ചോ? അല്ല, യഹോവയെ ഉപേക്ഷിച്ചോ അൻവറെ? അല്ല, ജിബ് പറയുന്നു
അള്ളാഹു ഓതി എന്ന് പണ്ഡിതന്മാർ പറയും. മലക്ക് ഓതിക്കൊടുത്തതെന്ന് ഏതാ ശരി തക്കിയാൻ പറ? ഇജ് പറയുന്ന അള്ളാഹു ഓതിക്കൊടുത്തെന്ന്, പണ്ഡിതന്മാർ പറയുന്നു മലക്ക് ഓതിക്കൊടുത്തെന്ന്. ഇതിലേതാ ശരി തക്കിയാൻ പറ? എന്തൊക്കെയാണല്ലോ കാര്യം പറ. എന്തായാലും പണ്ഡിതൻ പറഞ്ഞത് നോക്കാം. ഈ സൂറ 75 16, 17, 18 എന്ന് പറയുന്ന ആയത്തുകൾ ഇതാണല്ലോ. 19 കൂടെ നമുക്ക് നോക്കിയേക്കാം. നീ അത് ധൃതിപ്പെട്ട് ഹൃദിസ്ഥമാക്കാൻ വേണ്ടി അതും കൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കേണ്ട. തീർച്ചയായും അതിൻ്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാകുന്നു. അങ്ങനെ നാം അത് ഓതിത്തന്നാൽ ആ ഓത്ത് നീ പിന്തുടരുക. പിന്നീട് അത് വിവരിച്ചു തരലും നമ്മുടെ ബാധ്യതയാകുന്നു. ഇതാണല്ലോ 75, 16, 17, 18, 19. അപ്പൊ ഈ തക്കി അൻവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അള്ളാഹു ഓതിക്കൊടുത്തു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓതിക്കൊടുത്തു പുട്ടിന് പീരീഡ് നിനക്ക് ഇങ്ങനെ ഇട്ട് വെച്ചോണ്ടിരിക്കുക. ഈ അള്ളാഹു ഓതിക്കൊടുത്തതാണോ ഈ ഖുർആനായത്ത്? ഇപ്പൊ ഇതിന്റെ തഫ്സീർ എന്താണെന്ന് നോക്കാം. തഫ്സീറിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നത്: ഈ അധ്യായത്തിലെ പല സൂക്തങ്ങളും വിശാലമായ അർത്ഥങ്ങളും ആശയവൈവിധ്യങ്ങളും ഉൾക്കൊള്ളുന്ന സവിശേഷമായ പദഘടനയോടുകൂടിയാണ്. അത് വേണ്ട വിധം ഹൃദയസ്ഥമാക്കിയില്ലെങ്കിൽ മറന്നു പോകാനിടയുണ്ടെന്ന് പ്രവാചകൻ ഭയപ്പെട്ടു. സ്വാഭാവികമായും അവിടുന്ന് തിടുക്കത്തിൽ അവ ഹൃദയസ്ഥമാക്കാൻ നോക്കി. ഈ ഘട്ടത്തിലാണ് ജിബ്രീൽ മുഖേന അള്ളാഹു ഇപ്രകാരം ഇടപെട്ടതും കാര്യങ്ങൾ വിശദീകരിച്ചതും. അപ്പോൾ അനക്ക് ഏകദേശം കാര്യം മനസ്സിലായേ? ആരാണ് ഓതിക്കൊടുത്തത്? ആ ജിബ്രീലാണ്. അള്ളാഹു ഓതിക്കൊടുത്തിട്ടില്ല. അള്ളാഹു ജിബ്രീലിന് ചിലപ്പോൾ ഓതിക്കൊടുത്തു കാണും. ജിബ്രീൽ ചിലപ്പോൾ വന്നിട്ട് മുഹമ്മദിനോട് പറഞ്ഞു കാണും. മനസ്സിലായോ? ഇനി വേറൊരു അഭിപ്രായം കൂടെ ഉണ്ട്. എന്താണെന്നറിയാവോ? ഖുർആൻ ഓതി കേൾപ്പിക്കുന്നത് ജിബ്രീലാണെന്നും അതിനാൽ സമാഹരണം നടന്നത് ജിബ്രീലിന്റെ മനസ്സിലാണെന്നും മറ്റൊരു അഭിപ്രായം ഉണ്ട്. മനസ്സിലായോ? ഞാൻ പറഞ്ഞതല്ല, ഇമാം റാസിയുടെ തഫ്സീറിൻ്റെ അകത്ത് ഉള്ള കാര്യമാണ് ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അടുത്തത്, ജിബ്രീൽ വായിച്ച് കേൾപ്പിക്കുന്ന ഖുർആൻ ശ്രദ്ധയോടെ കേൾക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് ഇബ്നു അബ്ബാസ്, അതിലെ ഹലാലും ഹറാമും പിന്തുടരുക എന്ന് ഖതാദയും പറയുന്നുണ്ട്. ഇനി വേറെയുണ്ട് അഭിപ്രായം. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ജിബ്രീലിനോടൊപ്പം തങ്ങൾ ഓതേണ്ടതില്ല, നിശബ്ദം അതിനെ പിന്തുടർന്നാൽ മതി. ജിബ്രീൽ വിരമിച്ച ശേഷം താങ്കൾക്ക് അതുപോലെ ഓതാവുന്നതാണ്. ഹലാലും ഹറാമും പിന്തുടരുക എന്ന പ്രസ്താവന ഈ അവസരത്തിൽ പ്രസക്തമാണെന്ന് തോന്നുന്നില്ല. ഇബ്നു അബ്ബാസ് വിശദീകരിക്കുന്നു: ഈ സൂക്തം ഇറങ്ങിയതിനു ശേഷം ജിബ്രീൽ വരുമ്പോഴെല്ലാം നബി നിശബ്ദത പാലിക്കുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും പതിവായിരുന്നു. ജിബ്രീൽ പോയ ശേഷം ഓതുകയും ചെയ്തു. ഇനി 19ാമത്തെ ആയത്ത് എന്താണെന്നുണ്ടല്ലോ, അത് പിന്നീട് അത് വിവരിച്ചു തരേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ള 19ാമത്തെ ആയത്ത്. ആ ആയത്തിന്റെ വിശദീകരണം എന്താണെന്നുള്ള നോക്കാം. ജിബ്രീലിനോടൊപ്പം ഓതിയിരുന്ന നബി അതിനിടയിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുകയും വ്യക്തമല്ലാത്ത ആശയങ്ങൾ വിവരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ശ്രദ്ധിച്ചു കേട്ടാൽ മതി. വിശദീകരിക്കേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് നാം തന്നെ വിശദീകരിച്ച് തരുമെന്നർത്ഥം. തക്കി അൻവറെ, ഈ 75ന്റെ 16, 17, 18, 19 അള്ളാഹു ഓതിക്കൊടുത്തു എന്ന് പണ്ഡിതന്മാർ അവകാശപ്പെടുന്നില്ല. എന്നുവെച്ചാൽ നിങ്ങളെക്കാൾ മുമ്പേ ആദ്യകാല പണ്ഡിതനാണല്ലോ ഇമാം റാസിയൊക്കെ. അതേപോലുള്ള പണ്ഡിതന്മാർ അവകാശപ്പെടുന്നില്ല. ഇസ്ലാമിന്റെ ലോകത്തുള്ള ഒരു പണ്ഡിതനും അവകാശപ്പെടുന്നില്ല അള്ളാഹു നേരിട്ട് ഓതിക്കൊടുത്തു ഖുർആനായത്തെന്ന്. അള്ളാഹു മലക്ക് വഴി മുഹമ്മദിലേക്ക് ഖുർആനായത്ത് കൊടുത്തു എന്ന് പണ്ഡിതന്മാർക്ക് അവകാശമുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഇറാ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് ഇക്ര എന്ന് വന്ന് പറഞ്ഞ സമയത്ത് ഈ മലക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് വന്നതാണെന്ന് ജിബ്രീൽ പറഞ്ഞിട്ടില്ല. കേട്ടോ? വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാലേ വരുന്ന ദൂതൻ അല്ലെങ്കിൽ മാലാഖ എവിടുന്ന് വന്നതാണെന്ന് വ്യക്തമായിട്ട് പറയും. ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തക്കി അൻവറിനോട് പറയും, ഇമാതിരി തക്കി അടിച്ചുകൊണ്ട് വരരുത്. എന്തൊക്കെയാണ് മുഹമ്മദ് ഇപ്പം ആരാണെന്ന് ലോകം മുഴുവനും അറിയുന്നു. എങ്ങനെ? ലോകത്തിന്
ഒരു മാതൃകയും വെക്കാൻ പറ്റാത്ത ഒരു ജീവിതമായിരുന്നു നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദിന്റെ എന്നുള്ളത് ലോകം മുഴുവനും അറിഞ്ഞു. ഇനി അവിടുന്ന് വെള്ളം പൂശാൻ വേണ്ടി ഈ പരിപാടിയായിട്ട് വന്ന അൻവർ ഇനി എന്താ പറയാൻ വരുന്നത്? പറ, ഒന്ന് കേൾക്കട്ടെ. സഹോദരങ്ങളെ, ഇവിടെ ബൈബിളിലെ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിലെ 18-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനം, അവിടെ മോശെ പ്രവാചകന്റെ പ്രവചനം പടച്ച തമ്പുരാൻ പറയുന്നത് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേൽ ആക്കും എന്നാണ്. എന്നാൽ ഇത് ബൈബിളിൽ പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 49-50 വചനങ്ങളിൽ യേശു പറഞ്ഞതാണ് എന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ വ്യാഖ്യാനിക്കാറുണ്ട്. എന്താണ് മഹാനായ യേശുക്രിസ്തു അവിടെ പറയുന്നത്? ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്ന് ഇന്നത് സംസാരിക്കണമെന്ന് കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു എന്ന്. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളത്. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് യേശുവിന് ദൈവത്തിന്റെ വചനങ്ങൾ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ആധികാരികമായി നേരിട്ട് നാവിൽ വെച്ചതാണെന്ന് പറയാൻ ഒരു നിർവാഹവുമില്ല. മറിച്ച് ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷങ്ങളൊക്കെയും പടച്ച തമ്പുരാൻ സംസാരിച്ച ഭാഷയിലല്ലാതെ വിവർത്തനങ്ങളിലൂടെ, അതല്ലെങ്കിൽ യേശുവിന് ശേഷം കടന്നു വന്ന മാർക്കോസും മത്തായിയും ലൂക്കോസും യോഹന്നാനും, അതല്ലെങ്കിൽ പൗലോസിന്റെ ലേഖനങ്ങളും, ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ളതാണ് യേശുവിന്റെ മതം എന്ന പേരിൽ ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇതൊരിക്കലും ആവർത്തന പുസ്തകത്തിൽ വന്ന പ്രവചനവുമായിട്ട് യോജിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓഹോ, സ്ഥിരം അള്ളുപരിപാടി തുടങ്ങിയിട്ടുണ്ട്. സ്ഥിരം അള്ളുപരിപാടി. ഇന്ന് കാണുന്ന സുവിശേഷങ്ങൾ പടച്ച തമ്പുരാൻ സംസാരിച്ച ഭാഷയിലൂടെ അല്ലാതെ വിവർത്തനങ്ങളിലൂടെ യേശുവിന് ശേഷം കടന്നു വന്നത്. നീ എന്ത് തള്ളുന്ന അൻവറെ? അല്ല, പടച്ച തമ്പുരാൻ ഏത് ഭാഷയിലാണ് സംസാരിച്ചത്? അരാമിക്കിലോ, ഗ്രീക്കിലോ, ഹീബ്രുവിലോ, സുറിയാനിയിലോ? എൻ്റെ പടച്ച തമ്പുരാൻ ആകെ അറിയാവുന്ന ഭാഷ അറബിയല്ലേ? മുഹമ്മദിന് അറബി മാത്രമേ അറിയത്തുള്ളൂ, അള്ളാഹുവിനും അറബി മാത്രമേ അറിയത്തുള്ളൂ. ശരിയല്ലേ? എന്നാൽ ഇമാതിരി നീ തള്ളുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അൻവറെ. അന്യായ തള്ളായിപ്പോയി. പടച്ച തമ്പുരാൻ സംസാരിച്ച ഭാഷയുടെ വിവർത്തനങ്ങളുടെ യേശുവിന് ശേഷം കടന്നു വന്നു. അന്യായ തള്ളാണ് കേട്ടോ. ആരൊക്കെയാ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പൗലോസിന്റെ ലേഖനങ്ങൾ ചേർന്നതാണ് യേശുവിന്റെ മതം എന്ന് ഇവർ പ്രചരിപ്പിക്കുന്നു. അല്ല അൻവറെ, അൻവറെ, സത്യസന്ധമായിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പൗലോസിന്റെ ലേഖനങ്ങൾ ചേർന്നതാണ് യേശുവിന്റെ മതം എന്ന് പറഞ്ഞു. അല്ല അൻവറെ, പടച്ച തമ്പുരാന്റെ ഭാഷ ഏതാന്ന് ഒന്നുകൂടെ ഒന്ന് പറയണേ. ഇനി ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പൗലോസ് ഇവർ എഴുതിയതാണെങ്കിൽ അനക്കും എൻ്റെ കൂട്ടർക്കും അത്രയ്ക്ക് ഇവരെ പിടിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് മുഹമ്മദിനെ വെള്ളം പൂശാൻ വേണ്ടി നോക്കിയത്? അല്ല, മുഹമ്മദിനെ വെള്ളം പൂശാൻ നോക്കിയതിൻ്റെ കാരണം എന്താ? മത്തായിയുടെ സുവിശേഷം, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവരെ ഒന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, നിന്റെ മതക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അവരെല്ലാവരുടെ ഇതെല്ലാം മാറ്റിമറിച്ചതാണെങ്കിൽ, പ്രത്യേകിച്ച് പൗലോസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പോലും ഭയപ്പെട്ട് നിൽക്കുന്ന ആളാണ് പൗലോസ്. മുഹമ്മദും അള്ളാഹുവും ഇസ്ലാമിക ലോകവും അള്ളാഹുവിനേക്കാൾ കൂടുതൽ ഭയപ്പെടുന്നത്, മുൻകറിനെ നക്കീറിനേക്കാൾ കൂടുതൽ ഭയപ്പെടുന്നത് ആരാണ്? പൗലോസ് എന്ന പേര് കേൾക്കുമ്പോഴാണ്. അപ്പം ഇങ്ങനെ പൗലോസിന്റെ ലേഖനങ്ങളും ഒക്കെ ഉള്ള ഈ പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് എൻ്റെ ഈ പ്രവാചകനെ ഈ ചകയാൻ വന്ന എന്തിനാ? ഉണ്ടോ ഇല്ലയോ നോക്കി ചകഞ്ഞെടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്ഥാപിക്കാൻ നോക്കി എന്തിനാ? ഇതിനാണ് നാണം കെട്ട പരിപാടി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒക്കെ മനസ്സിലായോ അൻവറെ? അൻവറിനോടല്ല, എന്നെ കേൾക്കുന്ന എല്ലാ മേത്തന്മാരോടും കൂടാ പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ വെള്ളം പൂശാൻ വേണ്ടി ഈ സുവിശേഷം എടുത്ത് എന്തിനാ? പറവഹയാ? ഇജ് പറയില്ലല്ലേ? എന്നാ ഇജ് എന്താ പറയുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് കേൾക്കാം. പറ. ആവർത്തന പുസ്തകത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പറയുന്നത്, നിന്റെ പോലൊരു പ്രവാചകനെ ഞാൻ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് എൻ്റെ വചനങ്ങളെ അവന്റെ നാവിന്മേൽ ആക്കും എന്നാണ്. ആ വചനങ്ങൾ
ആ വരാനിരിക്കുന്ന പ്രവാചകന്റെ നാവിൽ വെച്ചിരിക്കണം എന്നർത്ഥം. ഈ ഒരു പ്രവചനം അത് മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രം അതിൻ്റെ എല്ലാ ഘടകങ്ങളും പരിപൂർണമായ നിലക്ക് നമുക്ക് കാണാൻ സാധിക്കുക. മുഹമ്മദിൽ കാണാൻ സാധിക്കുമോ? നമുക്കൊന്ന് പരിശോധിക്കാം. ശരിയല്ലേ? ഒന്ന് പരിശോധിച്ചാലോ. മുഹമ്മദിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 18:18 മുഹമ്മദിനെ പറ്റി പറയുന്നുണ്ടോ എന്ന് നോക്കാം. കാരണം ദാവാ പണ്ഡിതരുടെ വലിയൊരു അവകാശവാദമാണ് മുഹമ്മദിനെ കുറിച്ച് ബൈബിളിൽ പ്രവചനമുണ്ട്. അവിടുന്നും ഇവിടുന്നും വാക്യങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ഇസ്ലാമിക വ്യാഖ്യാനം നൽകിയാണ് ഇവർ ഈ വാദം സ്ഥാപിക്കുന്നത്. ഇവർ ഉന്നയിക്കുന്ന വാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആവർത്തന പുസ്തകം 18:18 മോശ പറഞ്ഞിരിക്കുന്ന വാക്യം, അതിനെപ്പറ്റിയാണ്. ആ വാക്യം നേരത്തെ ഞാൻ പറഞ്ഞാണെങ്കിലും ഒന്നുകൂടെ വായിക്കാം. നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിലാക്കും. ഞാൻ അവരോട് കൽപ്പിച്ചതൊക്കെയും അവൻ അവരോട് പറയും. ഈ വാക്യവും പശ്ചാത്തലവും മറ്റു പുസ്തകങ്ങളും പുതിയ നിയമവും പഠിച്ചാൽ ഈ പ്രവാചകൻ മുഹമ്മദ് ആണെന്നുള്ള വാദം പൊളിയും എന്നുള്ളതിന് വേറെ ഒരു മാറ്റവും. പിന്നെ യേശുക്രിസ്തു ഞങ്ങൾക്ക് ദൈവമാണ്, രാജാവാണ്, രാജാതിരാജാവാണ്, കർത്താവാണ് എന്ന് വേണ്ട, എല്ലാമാണ് ഞങ്ങൾക്ക്. മനസ്സിലായോ? അതുകൂടെ പറയാം. യേശുക്രിസ്തു ഞങ്ങൾക്ക് ദൈവമാണ്, ദൈവപുത്രനാണ്, രാജാവാണ്, രാജാതിരാജാവാണ്. പിന്നെ യേശുക്രിസ്തുവിനെ ഒരു പ്രവാചകനായിട്ട് കണ്ടവരും ഉണ്ട്. മനസ്സിലായല്ലോ? ആരാ? നിങ്ങളല്ല കേട്ടോ. നിങ്ങളുടെ ഈസ കള്ളത്തരത്തിന് കൂട്ടി നിന്ന, മോട്ടിച്ചപ്പോഴത്തേന് ഞാൻ എൻ്റെ കണ്ണുകളെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കള്ളത്തരത്തിന് കൂട്ടി നിന്ന ആ കള്ളപ്രവാചകൻ ഈസ, അവനെ നീ കൂട്ടത്തിൽ കൂട്ടിയേക്കുന്നത് കേട്ടല്ലോ. അപ്പോൾ ഈ പുതിയ നിയമമൊക്കെ പഠിച്ചു വന്നാൽ ഈ പ്രവാചകൻ മുഹമ്മദ് ആണെന്നുള്ള പണി അപ്പോഴേ പാടും. കാരണം എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ഇത് മുഹമ്മദിനെ കുറിച്ചല്ലേ? അല്ലേ? അല്ല. മുസ്ലിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സഹോദരന്മാർ എന്നതിനാൽ അർത്ഥമാക്കുന്നത് ഇസാക്കിന്റെ സഹോദരനായ ഇസ്മയിലിന്റെ വംശത്തിൽപ്പെട്ടവനാണ് മുഹമ്മദ് എന്നാണ്. എന്നാൽ അത് മുഹമ്മദിനെ കുറിച്ചാണ് എന്ന് ഇവർ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സഹോദരന്മാർ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നിങ്ങളുടെ സഹോദരന്മാർ എന്നതിനാൽ അർത്ഥമാക്കുന്നത് ഇസഹാക്കിന്റെ സഹോദരനായ ഇസ്മയിലിന്റെ വംശത്തിൽപ്പെട്ടവനാണ് മുഹമ്മദ് എന്നാണ്. എന്തിനിങ്ങനെ നാണം കെട്ട പരിപാടിയായിട്ട് നടക്കുന്നത്? ഇല്ലാത്ത സ്ഥലത്ത് എന്തിനാ ഈ തിരി കയറ്റാൻ വേണ്ടി നടക്കുന്നത്? ഈ ടോമാഞ്ചെറിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ടോമാഞ്ചെറിക്ക് അതൊരു പട്ടിയുണ്ടല്ലോ, ചെറിയൊരു കുടിലിൻ്റെ അകത്താണെങ്കിലും ഈ പട്ടിയെ എന്ത് ചെയ്യും? ഈ ടോമാഞ്ചെറിയുടെ വന്നിട്ട് ചുറ്റിയൊക്കെ അടിച്ച് കയറ്റും എങ്ങനെങ്കിലും ഇതിൻ്റെ അകത്തൊന്ന് കയറി പറ്റാൻ വേണ്ടി. എന്ന് പറഞ്ഞ പോലെ മുഹമ്മദിനെ ഇവരടിച്ച് ഇതിൻ്റെ അകത്തോട്ട് കയറ്റാൻ നോക്കുക. നടക്കൂല മക്കളെ, നടക്കൂല. പിന്നെന്താ വാക്യം പറയുന്നത്? നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. ശരിയാണല്ലോ? ഇങ്ങനെയാണല്ലോ 18:18. ഇവിടെ പറഞ്ഞിരിക്കുന്ന സഹോദരന്മാർ എന്നത് ഇസഹാക്കിന്റെ സഹോദരനല്ല. ഇസ്ഹാക്കും ഇസ്മയിലുമാണ് സഹോദരന്മാർ. ഇസ്മായിലും യാക്കോബും അല്ല. ഇസ്രയേൽ എന്നറിയപ്പെടുന്നത് യാക്കോബാണ്. യാക്കോബിന്റെ സഹോദരൻ ഏശാവാണ്. ഏശാവിന്റെ വംശാവലി അല്ല ഇസ്മയിലിന്റെ വംശാവലി. അങ്ങനെ പോലും ബന്ധമില്ല. യാക്കോബിന്റെ 12 മക്കളിൽ നിന്നുള്ളവരെയാണ് അവരുടെ സഹോദരന്മാർ എന്ന് പറയുന്നത്. ആവർത്തന പുസ്തകം 18:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാവും. ലേവി ഗോത്രത്തിന് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ ഓഹരിയില്ല. യഹോവയാണ് അവരുടെ ഓഹരി. ലേവ്യർക്ക് ഓഹരി ഇല്ലെന്ന് പറയുന്നത് ഇസ്രയേലരുടെ ഇടയിൽ അല്ലല്ലോ, ആണോ? അല്ല. മാത്രമല്ല മോശ ഇത് പറയുന്നത് ഇസ്മായേൽ ജീവിച്ചിരിക്കുന്നതിന് ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷമാണ്. ഒന്നുകൂടെ പറയാം. മോശ ഇത് പറയുന്നത് ഇസ്മായേൽ ജീവിച്ചിരിക്കുന്നതിന് ഏകദേശം
500 വർഷത്തിന് ശേഷമാണ്. നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് എന്ന് പറയുമ്പോൾ 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇസ്മയേലിൻ്റെ സന്താന പരമ്പരകൾക്കിടയിലൂടെ നിന്നാണെന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. ആ പാരമ്പര്യത്തിൽപ്പെട്ടവരെ ഇവർ അറിയുമോ എന്ന് പോലും സംശയിക്കണം. നമ്മുടെ ബന്ധത്തിലാണെങ്കിൽ പോലും ഒരു 500 വർഷത്തിന് മുമ്പുള്ള മറ്റൊരു വംശാവലിയെക്കുറിച്ച് വിവരം പറയുന്നതിന് തുല്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ജീവിച്ചിരിക്കുമ്പോൾ നമ്മളടുത്ത് വന്നിട്ട് ഒരു 500 വർഷം മുമ്പുള്ള ഒരു വംശാവലിയെ പറ്റി നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇതാണ് പ്രശ്നം. പിന്നെ ഈ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിൻ്റെ അകത്തുനിന്ന് ഉദാഹരണം നോക്കുകയാണെങ്കിൽ ബെന്യാമീനരോ ഇസ്രായേൽ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് കേട്ടനുസരിപ്പാൻ മനസ്സില്ലാതെ. ന്യായാധിപന്മാരുടെ പുസ്തകം 20:13. ഇവിടെയും അവരുടെ സഹോദരന്മാരെന്ന് പറയുന്നത് ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നും മറ്റു ഗോത്രങ്ങളെ വേർതിരിച്ച് കാണിക്കാനാണ്. അത് നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 23:9, 1 ദിനവൃത്താന്ത പുസ്തകം 12:32, ന്യായാധിപന്മാരുടെ പുസ്തകം 21:22, ശമൂവേലിൻ്റെ പുസ്തകം 2:26, 2 ദിനവൃത്താന്ത 28:15, നെഹമ്യാവ് 5:1, ആവർത്തന പുസ്തകം 17:14, 15 ഒക്കെ വായിക്കുമ്പോഴത്തേനും അവിടെ വളരെ വ്യക്തമായിട്ട് കാണാം ഇതെന്താ സംഭവം. ഒരു ഉദാഹരണമായിട്ട് നമ്മളത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ സഹോദരന്മാർ എന്ന് പറയുന്നതിനെ പറ്റി. പിന്നെ നിന്റെ സഹോദരനല്ലാതെ അന്യജാതിക്കാരനെ നിന്റെ മേലാക്കിക്കൂടാന്ന് ആവർത്തന പുസ്തകം 17:14, 15 കിടപ്പുണ്ട്. അപ്പോൾ ഈ മുസ്ലിങ്ങളുടെ വ്യാഖ്യാന പ്രകാരം അവരുടെ രാജാവ് ആരായിരിക്കണം? ഇസ്മായിൽ ആകണം. എന്നാൽ ഇസ്രായേലിലെ ഒരു രാജാവും 12 ഗോത്രത്തിന് പുറത്തുള്ളവരായിരുന്നില്ല. ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക് കാക്കാമാരെ, നിങ്ങൾ തെളിയിക്കുന്നേ. തക്കി അൻവറിനോടും നിച്ചോർ റൂത്തുകാരോടും പറയുകയാണ്, ഇസ്രായേലിലെ ഏതെങ്കിലും രാജാവ് 12 ഗോത്രത്തിന് പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. ഇനി ആകയാൽ സഹോദരന്മാരെന്നത് യാക്കോബിന്റെ കുടുംബത്തിലെ 12 ഗോത്രത്തിലുള്ളവരെയാണ്. അവരുടെ ഇടയിൽ നിന്നും വേർതിരിച്ച് കാണിക്കാനാണിത് പറയുന്നത്. അല്ലാതെ മുഹമ്മദിനെയോ ഇസ്മയേലിനെയോ ഖുറേഷികളെ കുറിച്ച് പറയാനല്ല. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? തക്കിയാൻ പറയാൻ എന്നെ കേട്ട ക്രൈസ്തവ സഹോദരങ്ങളോട് പറയാണ്, ഇനി ഈ പരിപാടിയായിട്ട് ഇവന്മാർ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടി തന്നെയാണ്. പിന്നെ എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും എന്ന പ്രസ്താവന തന്നെ മുഹമ്മദിനെ കുറിച്ച് അല്ല ഈ പ്രവചനം എന്നതിന് തെളിവാണ്. കാരണം മുഹമ്മദ് മലക്കിൻ്റെ വാക്കുകൾ കേട്ട് എഴുതി വെച്ചതാണ്. മുഹമ്മദ് എഴുതിയോ എന്ന് ഉള്ളതും സംശയമാണ്. കാരണം പുള്ളിക്ക് എഴുത്തും വായന അറിയത്തില്ല. എന്നാൽ യേശു പറഞ്ഞ വാക്കുകൾ തൻ്റെ തന്നെ ആയിരുന്നു. എങ്ങനെയാണെന്നറിയോ? ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാണ് യേശു സംസാരിച്ചിരുന്നത്. യേശു ദൈവത്തിൻ്റെ വചനം തന്നെയായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1:1-2 വായിക്കുമ്പോൾ അറിയാം. എങ്ങനെ എഴുതിയിരിക്കുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. മനസ്സിലായോ? എൻ്റെ തക്കി അൻവറെ, നിച്ചോർ ട്രൂത്തുകാരെ, ഇതൊക്കെ നിർത്തി വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ഇതൊക്കെ എത്രയോ പ്രാവശ്യം ദർശനം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് മുതൽ എത്രയോ കാലമായിട്ട് ഈ മുഹമ്മദ് മറ്റുള്ളവർ ഇത് പറഞ്ഞുകൊണ്ട് വന്ന് എന്ത് വേണ്ടി അടിമേടിച്ച് പോയ കേസ് കേട്ട. ഇതൊക്കെ നാണമില്ല നിങ്ങൾക്ക്? പിന്നെയും പിന്നെ ഈ ചക്ക് തന്നെ പിന്നെയും ഇട്ട് ആട്ടിക്കൊണ്ടിരിക്കുക. ഇനി ഈ 19:3 മോശ പറഞ്ഞ പ്രവാചകൻ ക്രിസ്തുവാണെന്നുള്ളതിൻ്റെ തെളിവുകൾ തരാം. യേശു തന്നെ അവകാശപ്പെടുന്നു, മോശ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:46, ലൂക്കോസിന്റെ സുവിശേഷം 24:27-44. യോഹന്നാൻ 5:46, നിങ്ങൾ മോശയെ വിശ്വസിക്കുമായിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇനി തെളിവ് 3, യോഹന്നാൻ 1:45, ഫിലിപ്പോസ് പറഞ്ഞു, ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു, ന്യായപ്രമാണവും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 3 തെളിവായേ? തെളിവ് 4, യോഹന്നാന്റെ സുവിശേഷം 7:40, സാക്ഷാൽ ആ പ്രവാചകൻ തന്നെ എന്ന് പറഞ്ഞു. ഇനി തെളിവ് 5, യോഹന്നാന്റെ സുവിശേഷം 6:14, ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവൻ തന്നെ സത്യം എന്ന് പറഞ്ഞു. തെളിവ് 6, യഹൂദനായ പത്രോസിന് അത് ക്രിസ്തുവാണെന്ന് അറിയാം. ആവർത്തന പുസ്തകം 18:18, അപ്പോസ്തല പ്രവൃത്തി 3:21-23 വരെയുള്ള ഭാഗം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കാണാം.
വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ജീവിക്കുന്ന ഒരു കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്ന് ബഹളം വെക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും പേടിക്കണ്ട, ഈ വാക്യങ്ങളൊക്കെ പോയിന്ന് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 7ാമത്തെ തെളിവ് യോഹന്നാന്റെ സുവിശേഷം 10:41. യോഹന്നാൻ അവനെക്കുറിച്ച് പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞു. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാന്റെ സുവിശേഷം 1:29 പറഞ്ഞിട്ടുണ്ട്. തെളിവ് 8. യോഹന്നാന്റെ സുവിശേഷം 8:57. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഈ ചാട്ടുളി അങ്ങോട്ട് പോകുന്ന കണക്കാണ്. ഇവരുടെ ഈ മജ്ജമാംസത്തിന്റെ ഇടയിലൂടെ എല്ലാം മുസ്ലിങ്ങളെ കയറിപ്പോവും. കാരണം എന്താ, യേശു ക്രിസ്തുവിനെ പറ്റി ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിനെ പറ്റി കേൾക്കുമ്പോൾ ഇവരുടെ ചെവി അങ്ങ് പ്രശ്നമാവും. ഇനി തെളിവ് 9. സ്തഫാനോസ് പറയുന്നു, മോശ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7:37 മുതൽ 52 വരെയുള്ള ഭാഗം വായിച്ചു കഴിഞ്ഞാൽ കാണാം. ഇനി പുതിയ നിയമം വരുമെന്ന് ഇരമ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ആ പ്രവചന ഭാഗങ്ങളെല്ലാം ഒന്ന് പോയി നോക്കിയാൽ മതി. എബ്രായ ലേഖനം 9:15, 12:23, 24. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ആവർത്തന പുസ്തകം 18:15, മത്തായിയുടെ സുവിശേഷം 17:15. ഇവന് ചെവി കൊടുപ്പിൻ. മർക്കോസിന്റെ സുവിശേഷം 9:2, ലൂക്കോസിന്റെ സുവിശേഷം 9:35. ഇതെല്ലാം വെച്ച് വായിച്ചു നോക്കുമ്പോൾ എൻ്റെ അൻവർക്ക, നിങ്ങൾ പിടിച്ച പിടിയിലൊന്നും ഈ സാധനം നിൽക്കുകയില്ല. നിങ്ങൾക്കൊരു പ്രവാചകനായിട്ട് എങ്ങനെയെങ്കിലും യേശു ക്രിസ്തുവിനെ അടിച്ചടിച്ചടിച്ച് എവിടെയെങ്കിലും മുഹമ്മദിനേക്കാളും താഴെ കൊണ്ട് ഇടണം. അതേപോലെ തന്നെ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന, മോശ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് എങ്ങനെയെങ്കിലും ഈ മുഹമ്മദിനെ വെള്ളപൂശി ഒന്ന് മോളിൽ കയറ്റി വെക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അൻവറെ, നടക്കുന്ന കാര്യമല്ല. കാരണം എന്താ അറിയോ, നിങ്ങൾ കാരണം ബാക്കിയുള്ളവരും ഇസ്ലാം എന്താന്ന് പഠിച്ചു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് നല്ല രീതിയിൽ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്കും സാധിച്ചിട്ടുണ്ട്. പക്ഷെ അൻവർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനിയെങ്കിലും സത്യസന്ധമായിട്ട് ജീവിക്കാൻ പഠിക്കണം. മനസ്സിലായോ? സത്യസന്ധമായിട്ട് ജീവിക്കാൻ പഠിക്കണം. നിങ്ങൾ തന്നെയാണ് മത്തായിയുടെ സുവിശേഷം എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നീട് പറയണം യേശുവിൻ്റെ കാലത്തിന് ശേഷം മത്തായി, മർക്കോസ്, ലൂക്കോസ് ഇത്തരം കള്ളത്തരം പറഞ്ഞ് ജീവിക്കുന്നതിന് എങ്ങനെ ദിവസക്കൂലിയാണ് അതോ മാസക്കൂലിയോ? നിങ്ങളുടെ ഖുറാന്റെ ആയത്ത് നിന്ന് തന്നെ നിങ്ങളുടെ പണ്ഡിതൻ നിങ്ങളുടെ തലക്കിട്ട് അടിയും തന്നു. അതുകൊണ്ട് അൻവറിനോട് ഒരു കാര്യം പറയാം, എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളോട് പറയാം, മുസ്ലിങ്ങളെ, നിങ്ങളിങ്ങനെ കള്ളത്തരം പറഞ്ഞ് മുമ്പോട്ട് പോയി എത്ര കാലം ഇങ്ങനെ ജീവിക്കും? നിങ്ങൾക്ക് ഈ കള്ളത്തരത്തിൽ നിന്ന് മാറി സത്യസന്ധമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. തക്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 പ്രാവശ്യം തക്യ പറയാവുന്നത് തന്നെ, എന്ന് വെച്ചാൽ അനുവദനിക്കപ്പെട്ട കളവെന്ന് തന്നെയാണ് റിയാലു സാലിഹിൻ്റെ അത്. അങ്ങനെ കള്ളത്തരം പറഞ്ഞ് ജീവിച്ച് ഈ ജീവിതം കളയുന്നതിനേക്കാൾ നല്ലത് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് സത്യവാനായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു പാപിയാണെന്നുണ്ടെങ്കിൽ ആ പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ക്ഷമിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതിനൊരു ചെലവുമില്ല. ഇവിടുന്ന് ഞങ്ങളുടെ കാശ് കൊണ്ട് ഹജ്ജിന് പോയി നിങ്ങൾ സാത്താനെ കല്ലെറിയാൻ നിൽക്കണ്ട. അവിടെ ചെന്ന് ഒറ്റ മുണ്ട് കൊടുത്തുകൊണ്ട് ഇടത്തോട്ട് കൊടുത്തുകൊണ്ട് തെക്കോടക്ക് 7 പ്രാവശ്യം വട്ടം കറങ്ങി ആ കല്ലിനെ പോയി മുത്തി, ആ കല്ലിനി അന്ത്യനാളിൽ വന്നിട്ട് കൈയും കാലും നാവും എല്ലാം വെച്ചുകൊണ്ട് ആ സുക്കൂർ എന്നെ വന്ന് മുത്തിയായിരുന്നു, സുഹറ എന്നെ വന്ന് മുത്തിയായിരുന്നു, ഇങ്ങനെ കണക്കും പറഞ്ഞ് ആ കല്ലിനെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക എന്നുള്ളതല്ല. കാരണം രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ല വേറെ ഒന്നുമില്ല. വേറെ ഒരുത്തനിലൂടെയും രക്ഷയില്ല. ഒരു അള്ളാഹുവും രക്ഷ തരത്തില്ല, ഒരു മുഹമ്മദും രക്ഷ തരത്തില്ല. നിങ്ങൾക്ക് മുഹമ്മദ് ഒരു ബാധ്യതയായി തീർന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പോയി അവസാനം മുൻകറിനെ നക്കറിൻ്റെ അടിമേടിച്ച് കവറിൽ കിടക്കാമെന്നുള്ളതല്ല വേറെ ഒരു പ്രയോജനമില്ല. അത് ഏത് പണ്ഡിതനെ അടിക്കും, മുഹമ്മദിനെയും കവറിലിട്ടടിക്കുന്നു. എന്നെ കേട്ട സൗരങ്ങളെ നിങ്ങളോട് പറയുകയാണ്, മുസ്ലിങ്ങളായിട്ടുള്ള നിങ്ങൾക്ക് പറ്റുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. കാരണം ഇത്രത്തോളം കള്ളത്തരം പറഞ്ഞു പോകുന്ന ഒരു കള്ളപ്രവാചകന്റെ അടിമയായിട്ട് നിങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ ക്രിസ്തുവിനെ പിൻപറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ക്രിസ്തുവിനെ പിൻപറ്റി സത്യസന്ധമായി ജീവിച്ച് നിത്യജീവൻ അവകാശികളായി തീരുവാൻ എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് നിർത്തുന്നു. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.